ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ഇൻഫ്ലേഷൻ്റെ ഫീച്ചേഴ്സ്. നമുക്ക് ആദ്യം എന്താണ് ഇൻഫ്ലേഷൻ നോക്കാം. ഇൻഫ്ലേഷനുള്ള ആ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. പക്ഷേ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മോഡിറ്റീസിൻ്റെ എല്ലാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം, അല്ലേ? സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിക്കുക, പ്രൈസ് ഇൻക്രീസ് ചെയ്യണം. അതേസമയം മണിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ പ്രൈസ് കൂടുമെന്ന് പറഞ്ഞു. പ്രൈസ് കൂടും, അതനുസരിച്ച് ആളുകളുടെ പർച്ചേസിങ് പവർ ഡിക്ലൈൻ ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഫോർ എക്സാമ്പിൾ ഒരു 500 റുപ്പീസിന് നമ്മൾ മേടിച്ചിരുന്ന സാധനങ്ങൾ, അതായത് ഒരു 10 വർഷം മുൻപ് 500 രൂപയ്ക്ക് വാങ്ങിയിരുന്ന സാധനങ്ങൾ ഇന്ന് നമുക്ക് 500 രൂപയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ? വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങാൻ പറ്റുള്ളൂ പണ്ടത്തേനേക്കാളും. അപ്പോൾ നമുക്ക് പറയാം പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അതേസമയം മണിയുടെ വാല്യൂ ഫോൾ ചെയ്തു. മണിയുടെ വാല്യൂ ഫോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പർച്ചേസിങ് പവർ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യണു, അതേസമയം മണി വാല്യൂ ഫോൾ ചെയ്യുന്നു. ആ ഒരു ഫീച്ചറിനെയാണ് നമുക്ക് ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു ഫിനോമിനനായിട്ട് നമുക്ക് പറയാം. ഇൻഫ്ലേഷൻ can be explained as a phenomenon of rising price. It is a monetary phenomenon. അപ്പം മണി റിലേറ്റഡ് ആണ്, അല്ലേ? പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്നൊക്കെ പറയുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ മോണിറ്ററി ഫിനോമിനൻ. അതുപോലെ തന്നെ ഫിനോമിനൻ ഓഫ് റൈസിങ് പ്രൈസ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് വേർഷൻ ദ ഡെഫിനിഷൻ ആർ ഗിവൺ ബിലോ. നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. ആദ്യം ജോൺസൺ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റിന്റെ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫ്ലേഷൻ ഇസ് എ സസ്റ്റെയിൻഡ് റൈസ് ഇൻ പ്രൈസ്. പ്രൈസ് റൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, സസ്റ്റെയിൻഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് റൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻഫ്ലേഷൻ എന്ന് പറയാം. പിന്നെ ഒന്ന് ക്രൗദറിന്റെ ഡെഫിനിഷനാണ്. ക്രൗദറിന്റെ ഡെഫിനിഷൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ക്രൗദറിന്റെയും അതുപോലെ തന്നെ ഷാപ്പിറോ ഒക്കെ ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾബോൺ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ക്രൗദറിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻഫ്ലേഷൻ as a state in which the value of money is continuously falling and prices are rising. രണ്ട് കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. മണിയുടെ വാല്യൂ ഫോൾ ചെയ്യണു, അതേസമയം പ്രൈസ് റൈസ് ചെയ്യണു. ഇതാണ് ക്രൗദറിന്റെ ഡെഫിനേഷൻ ഇൻഫ്ലേഷന്റെ. ഈ ഷാപ്പിറോന്റെ ഡെഫിനേഷൻ നോക്കി. ഇൻഫ്ലേഷൻ ആസ് എ പെർസിസ്റ്റന്റ് ആൻഡ് അപ്രീഷിയബിൾ റൈസ് ഇൻ ദ ജനറൽ ലെവൽ ഓഫ് പ്രൈസ്. പെർസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്രീഷിയബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള റൈസിനെയാണ് ഇൻഫ്ലേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്രൈസ് റൈസ് ചെയ്യുക. പക്ഷെ മണിയുടെ വാല്യൂവിനെ കുറിച്ച് ഷാപ്പിറോ ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ കോൾബോണിന്റെ ഡെഫിനിഷൻ. ഇൻഫ്ലേഷൻ ഈസ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. അതെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിരിക്കും. +1 +2 പഠിച്ചിട്ടുണ്ടാവും. ഇൻഫ്ലേഷൻ ഈസ് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുറേ പണം വളരെ കുറച്ച് സാധനങ്ങളുടെ പുറകെ പോവാം. ഫ്യൂ ഗുഡ്സിന്റെ പുറകെ ടു മച്ച് മണി ചേസ് ചെയ്യുന്ന ഒരു ഫിനോമിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. നമ്മൾ പറഞ്ഞു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപയ്ക്ക് 500 രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ്. പക്ഷേ വളരെ കുറച്ച് സാധനങ്ങളുടെ പുറകെ പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ദെൻ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ഒരു ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ഈസ് ഓൾവേസ് ആൻഡ് എവരിവെയർ എ മോണിറ്ററി ഫിനോമിനൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മോണിറ്ററി ഫിനോമിനൻ ആണ് ഇൻഫ്ലേഷൻ. ഹോട്രയുടെ ഡെഫിനിഷൻ. ഇഷ്യൂ ഓഫ് ടു മച്ച് കറൻസി. കൂടുതൽ കറൻസി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫിനോമിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് നമ്മളിവിടെ കണ്ടു. അപ്പോൾ അതിൽ ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ വാല്യൂ ഉള്ളതുമായിട്ടുള്ള ഡെഫിനിഷൻസ് നോക്കി പഠിക്കാം. നമുക്ക് ഒരു 2-3 ഡെഫിനിഷൻ എന്തായാലും ഡെഫിനിഷൻസ് ഇൻഫ്ലേഷൻ്റെ നോക്കി വയ്ക്കാം. നമുക്ക് എസ് ആയാലും ഷോർട്ട് നോട്ട് ആയാലും ഒക്കെ ഇൻഫ്ലേഷൻ എന്താണ് എഴുതുന്നത് എന്തായാലും പഠിച്ചു വയ്ക്കണം. ഓക്കെ. ഈ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. 4 കോൺസെപ്റ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡീഫ്ലേഷൻ, ഡിസ്ഇൻഫ്ലേഷൻ, റീഫ്ലേഷൻ, സ്റ്റാഗ്ഫ്ലേഷൻ. അതെന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഫ്ലേഷൻ്റെ, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനിലാണ് പറഞ്ഞു പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന്. അപ്പോൾ ഡീഫ്ലേഷനിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യാണ്.
നെക്സ്റ്റ് വൺ ഡിസ്ഇൻഫ്ലേഷൻ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഡൗൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് മോഡറേറ്റ്ലി ബൈ ആന്റി ഇൻഫ്ലേഷണറി മെഷർ അഡോപ്റ്റഡ് ബൈ അതോറിറ്റി. ഇപ്പൊ ഡിസ്ഇൻഫ്ലേഷനിൽ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസോട് കൂടി പ്രൈസ് കുറയ്ക്കുകയാണ്. പ്രൈസ് ബ്രിങ്ങിങ് ഡൗൺ ചെയ്യുന്ന, പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ റീഫ്ലേഷൻ ഈസ് എ സിറ്റുവേഷൻ ഓഫ് റൈസിംഗ് പ്രൈസ് ഡെലിബറേറ്റ്ലി അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ് പ്രൈസ് റൈസ് ചെയ്യിക്കുന്ന സിറ്റുവേഷനാണ് റീഫ്ലേഷൻ. നെക്സ്റ്റ് വൺ സ്റ്റാഗ്ഫ്ലേഷൻ is the combination of the presence of stagnation and inflation. സ്റ്റാഗ്നേഷനും ഇൻഫ്ലേഷനും കൂടെയുള്ള കോമ്പിനേഷനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാം. അതായത് ഈ ഒരു സിറ്റുവേഷൻ ഇന്ത്യ മീറ്റ് ചെയ്ത വർഷം തന്നിട്ടുണ്ട് 1974, 75, 79, 80. ഈ ഒരു പീരീഡിലാണ് ഇന്ത്യ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദ പ്രസൻസ് ഓഫ് സ്റ്റാഗ്നേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. സ്റ്റാഗ്നേഷനും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഇക്കോണമിയൊക്കെ ഒന്ന് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കാം, മുരടിച്ചൊരവസ്ഥ. അതേസമയം അതിനോടൊപ്പം തന്നെ പ്രൈസും റൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ 4 കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന് ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇൻഫ്ലേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പ്രൈസ് ഇൻഫ്ലേഷനിലാണ് പറഞ്ഞ് പ്രൈസ് റൈസ് ചെയ്യാണ്, ഇവിടെ പ്രൈസ് ഫോൾ ചെയ്യാണ്. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് അതോറിറ്റീസ് ഇന്റർഫിയറൻസോട് കൂടി ഗവൺമെന്റ് അതോറിറ്റീസ് പ്രൈസ് ബ്രിങ് ഡൗൺ ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം, പ്രൈസ് കുറയ്ക്കാം. റീഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് തന്നെ ഡെലിബറേറ്റ് ആയിട്ട്, ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രൈസ് റൈസ് ചെയ്യിക്കുന്ന സിറ്റുവേഷൻ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സ്റ്റാഗ്നേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പോൾ 4 കോൺസെപ്റ്റ്സും ക്ലിയർ ആയിട്ടുണ്ടാവും. ദെൻ ഫീച്ചേഴ്സ്. ഇൻഫ്ലേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻഫ്ലേഷൻ ഡൈനമിക് ആണ്, അല്ലേ, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ പ്രൈസിൻ്റെ റൈസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. നമ്മൾ എപ്പോഴും ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ റൈസിങ് പ്രൈസസുമായിട്ടാണ് കണക്ട് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ബേസിക്കലി ഒരു ഇക്കണോമിക് ഫിനോമിനാണ്, മോണിറ്ററി ഫിനോമിനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഇസ് എൻ ഇക്കണോമിക് ഫിനോമിനൻ. ഇൻഫ്ലേഷൻ ഇസ് എ മോണിറ്ററി ഫിനോമിനൻ. ഇൻഫ്ലേഷണറി പ്രൈസ് റൈസ് ഈസ് പെർസിസ്റ്റന്റ്. ഇൻഫ്ലേഷൻ വഴി ഉണ്ടാകുന്ന പ്രൈസ് റൈസ് കണ്ടിന്യൂസ് ആണ്, പെർസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. എ സൈക്ലിക്കൽ ചേഞ്ച് ഇൻ പ്രൈസ് ഇസ് നോട്ട് ഇൻഫ്ലേഷൻ ബട്ട് എ കണ്ടിന്യൂസ് റൈസിംഗ് ട്രെൻഡ് ഇൻ പ്രൈസ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഷോർട്ട് ചേഞ്ച് ആയിരിക്കില്ല, ഒരു ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സൈക്ലിക്കൽ ആയിട്ടുള്ളൊരു ചേഞ്ച് അല്ല. അതേസമയം കണ്ടിന്യൂസ് റൈസ് ആണ്, പ്രൈസിലുള്ള കണ്ടിന്യൂസ് റൈസ് ആണ് ഇൻഫ്ലേഷൻ. പ്യുവർ ഇൻഫ്ലേഷൻ ഹാപ്പൻസ് ആഫ്റ്റർ അറ്റൈനിങ് ഫുൾ എംപ്ലോയ്മെന്റ്. ഒരു പ്യുവർ ഇൻഫ്ലേഷൻ എന്ന് പറയണമെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ പ്യുവർ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ദെൻ എക്സസ് ഡിമാൻഡ് ഇൻ റിലേഷൻ ടു സപ്ലൈ ഓഫ് എവറിത്തിങ് ഈസ് എ ഫീച്ചർ ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ എപ്പോഴും ഉള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഡിമാൻഡ് എക്സസ് ആയിരിക്കും. എക്സസ് ഡിമാൻഡ് വരുമ്പോഴാണ് അത് ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷനായിട്ട് മാറുന്നത്. ഡിമാൻഡിങ് ഹൈ ആയിരിക്കും, ആ സമയത്ത് സപ്ലൈ വളരെ കുറവായിരിക്കും, കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യും കമ്മോഡിറ്റീസ്, അതിനനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് കണ്ടു. ഇൻഫ്ലേഷൻ്റെ ഡെഫിനിഷൻസ് ഒരു 5-6 ഡെഫിനിഷൻ നമ്മൾ കണ്ടു. അതിലേതെങ്കിലും 2-3 ഡെഫിനിഷൻസ് നോക്കാം. ദെൻ കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്, മെയിനായിട്ടുള്ള 4 കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ ഫീച്ചേഴ്സ്, ഇൻഫ്ലേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഫീച്ചേഴ്സിലാണ് നമ്മൾ കുറച്ച് ഡൈനാമിക് ആണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദെൻ ഇറ്റ്സ് എക്കണോമിക് ഫിനോമിനൻ, മോണിറ്ററി ഫിനോമിനൻ, പ്രൈസ് റൈസ് ഇസ് പെർസിസ്റ്റന്റ്, is a continuous rising trend in price. Pure inflation happens after attaining full employment. Excess demand in relation to supply is the feature of inflation എന്നും പറഞ്ഞു കണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.